പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ് പറഞ്ഞു. അപ്പോ ഓരോ ദിവസം നമുക്ക് ഓരോ ചലഞ്ച് വരും. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്തതാണ്, ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട്. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിട്ട്. അല്ലാണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് സംഭവമില്ല. എന്നെയും ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കണതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിട്ട്. നീ എന്നെ തള്ളി പറയാണല്ലേ? മണവാളൻ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ബ്രോ, നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ്, അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ, നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാന്ന്. അത് മണവാളൻ ബ്രോയുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ലൈവിലും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. എനിക്ക് മണവാളൻ നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് ആളെ വിളിച്ച് പറയുമ്പോ എന്നാ എന്റെ കേസ് എന്നോട് പറയണ്ട, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. 10-12 കൊല്ലമായിട്ട് അവന് യാതൊരു മാറ്റമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് റാസ്കൽ. മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഇപ്പൊ പുള്ളി ഇവര് രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം, പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യമല്ലേ സാറേ, സത്യമായിട്ട് സത്യം തന്നെ. എന്താണോ തന്റെ ഉദ്ദേശം? ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ? നീ മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? അതാണോ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. എന്താ ബ്രോ കേട്ടില്ല? മണവാളെ കേട്ടില്ല. ഇവരിപ്പോ എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാനോ? നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും. എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ. ബ്രോ ലൈവില് പറഞ്ഞത് ഞാൻ അവരെ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഒബ്വിയസ്ലി, പിന്നല്ലാതെ. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ പറഞ്ഞു ലൈവിൽ വിളിക്കാൻ അവന്റെ ചാനൽ ഇട്ടോളാ പറഞ്ഞു. അയ്യോ അന്നേരം എന്താ ബ്രോ പറയാൻ നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്? അവിടെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. അവരെന്നോട് പറഞ്ഞിട്ട് പോയല്ലോ, ഇവര് ആ വീഡിയോ, അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളൻ നിൽക്കുവാണ്. അന്നേരം മണവാളിന് പറഞ്ഞുകൂടായിരുന്നു സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ പൊളിഞ്ഞു. അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രമുഖ രണ്ട് ഫൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഗ്യാങ്സ് ഉണ്ടല്ലോ, അപ്പുറം ഇപ്പുറം നിന്ന് ചീത്ത വിളിക്കണത്. അതാണ് ഇപ്പൊ കേരളത്തിലെ നമ്പർ 1 സ്ക്രിപ്റ്റഡ് ഷിറ്റ്. പറയാതിരിക്കാൻ വയ്യ. 100% ഞാൻ യോജിക്കുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ?